ഹലോ ഗൈസ്, 11 ആണ് JBL Flip 6. നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് മേടിക്കാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീക്കർ. 11ൻ്റെ മെയിൻ എന്ന് പറഞ്ഞ എക്സിക്യൂഷന്. ബേസിനും ട്രബിളിനും മിഡിനും എവിടെയൊക്കെ കൊണ്ട് ഫോക്കസ് കൊടുക്കണോ, ഏതൊക്കെ സ്ഥാനത്ത് കൊടുക്കണോ, ഏതൊക്കെ ടൈമിന് കൊടുക്കണോ, അത് കൃത്യമായിട്ട് പുള്ളി ക്ലിയർ ആയിട്ട് പുള്ളി ചെയ്യും. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി മേടിക്കാം. ഞാൻ ഏകദേശം പേഴ്സണലി 95% വരെ ഇതുമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ബാക്കി 5% ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റിയുമായിട്ട് വലിയ ബന്ധമില്ലാത്ത കുറച്ച് ഫീച്ചേഴ്സോ ബന്ധമുണ്ട്, പക്ഷെ അത്ര ബന്ധമില്ല. അപ്പം നമുക്ക് ഇവനെപ്പറ്റി സംസാരിക്കാം. വളരെയധികം വെറൈറ്റി ഉള്ളൊരു ഡിസൈനാണ്, ഞാൻ പറയൂല. കാരണം ഒട്ടുമിക്ക എല്ലാ JBL സ്പീക്കറും സെയിം പാറ്റേണിൽ തന്നെയുള്ള ഡിസൈനാണ്. ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തടി വെട്ടിയിട്ട പോലെ തോന്നും, അഥവാ സിലിണ്ടറിക്കൽ ഷേപ്പ്. പുള്ളി ഉരുണ്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി എന്നത് ഇവിടെ ഒരു ആപ്പ് വെച്ചേക്കുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഉള്ള മെഷ് കവറിങ്, പിന്നെ അണ്ണന് IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം കുറച്ച് വെള്ളത്തിൽ പോയാലും കുറച്ച് ഡസ്റ്റ് പറ്റിയാലും പുള്ളി രക്ഷപ്പെടും. പിന്നെ നിങ്ങൾ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് കീയും പവർ കീയും കാണും. ലേശം സ്റ്റെർഡിയാണ്, ഒറ്റയടിക്ക് ഞെക്കിയാനൊന്നും ആവത്തില്ല, കുറച്ച് ശക്തിക്ക് ഞെക്കേണ്ടി വരും. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് പുകഴ്ത്തി പറയാനുള്ളത് ഇവന്റെ ബാറ്ററി ഇൻഡിക്കേറ്ററിനെ പറ്റിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾക്ക് എന്ത് മനസ്സിലാതിയെന്ന്. പുള്ളി സ്ലീപ്പില്ല, പുള്ളി എപ്പോഴും സ്ലീപ്പില്ല. നമ്മൾ ഏതെങ്കിലും കീയെ പിടിച്ച് ഞെക്കുകയല്ലാണ്ട് പുള്ളി ഓൺ ആവത്തില്ല. ഇപ്പം കീയെ പിടിച്ച് ഞെക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഒരു ആനിമേഷൻ എന്നല്ല ഇതിന് വിളിക്കേണ്ടത്. ഇങ്ങനെയാണ് ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്. ഈ ഇൻഫർമേഷനിൽ നിങ്ങൾ എത്ര ശതമാനം എത്തിയെന്ന് മനസ്സിലാക്കും. 45%, 30% ഒക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കും. നിങ്ങൾ ഒരിക്കലും തിരിച്ചറിയാൻ പാടില്ല. ഈ 45 to 30 എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടൈം പീരീഡിൽ കുറയുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് മര്യാദയ്ക്കൊരു നല്ലൊരു ഇൻഫർമേഷൻ തന്നുമില്ല, അതുപോലെ തന്നെ സ്ലീപ്പായി പോവുകയും ചെയ്യും. മാർഷനിലൊക്കെ ആണെങ്കിൽ ഒരു കട്ട തീർന്നു എന്ന് നമുക്ക് മനസ്സിലാവും എന്തോരം തീർന്നു. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവത്തുമില്ല, പകുതിക്ക് വെച്ച് സ്ലീപ്പ് ആവുകയും ചെയ്യും. JBL എന്ന കമ്പനിക്ക് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളൂ. പിന്നെ ഈ 11ൻ്റെ ഈ കോട്ടിങ്ങിൻ്റെ അണ്ടറിലാണ് മെയിൻ ഡ്രൈവറും പിന്നെ ട്വീറ്ററും വന്നത്. പിന്നെ 2 പാസീവ് റേഡിയേറ്റേഴ്സ്. പിന്നെ ഇതിൻ്റെ മറ്റ് 2 ഫീച്ചറാണ് പാർട്ടി ബൂസ്റ്റും അതുപോലെ സ്റ്റീരിയോ മോഡ്. പാർട്ടി ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ സപ്പോർട്ടായിട്ടുള്ള 100 JBL സ്പീക്കറിനെ അറ്റ് ദ സെയിം ടൈം സൈമൾട്ടേനിയസ്ലി ഈ സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്കൊരു പാർട്ടി ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം, ഈ 100 JBL സ്പീക്കർ കണക്ട് ചെയ്യുന്നൊരു സെനാരിയോ ശരിക്കും എക്സിസ്റ്റിംഗ് ആണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കല്യാണത്തിൻ്റെ വൈകുന്നേരത്തെ പരിപാടിക്ക് 25 JBL സ്പീക്കർ കൊണ്ടുവരുന്നു, അതോ അതിന് പകരം സൗണ്ട് സെറ്റുകാരെ വിളിക്കുമോ? ഇവൻ നമ്മുടെ കമ്പനിക്കാരുടെ കൂടെ എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും 25 JBL സ്പീക്കർ ഉപയോഗിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ സെനാരിയോ ഉണ്ടോ? അതോ നമ്മൾ 2 വലിയ സ്പീക്കർ മേടിക്കുമോ? തിങ്ക്. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പാർട്ടി ബൂസ്റ്റ് വലിയ ഗിമിക്ക. ഇനി ഞാൻ നിങ്ങളോട് മറ്റൊരു ഫീച്ചറിനെ പറ്റി പറയാം. ഇതിനകത്തില്ല, പുതിയ JBL സ്പീക്കേഴ്സിനകത്തുണ്ട്. അതിൻ്റെ പേരാണ് ഓറക്കാസ്റ്റ്. അൺലിമിറ്റഡ് നമ്പർ ഓഫ് സ്പീക്കേഴ്സുമായിട്ട് കണക്ട് ആവും. ആക്ച്വലി അതിൻ്റെ യൂസ് തന്നെ, അങ്ങനത്തെ യൂസ് ഉണ്ടോ? നമുക്കുണ്ടോ? ഇല്ല, ആർക്കും ഇല്ല. സായിപ്പിനുണ്ടോ? ഇല്ല. ആക്ച്വലി അതൊരു വലിയ ഗിമിക്കാണ്. ഞാൻ പറയണേ, ഇത്രയും ചെറിയ പ്രൈസിൽ ഇത്ര നല്ല ഫീച്ചർ ഉണ്ടെങ്കിൽ തെറി വിളിക്കുമല്ലേ ഞാൻ പറയണത്. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അതൊരു ഗിമിക്കാണ്. അത് നമ്മൾ ഒരിക്കലും അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നില്ല. ഒരു 25 നിന്നൊക്കെ ആദ്യം പറയുമായിരുന്നു, പിന്നെ ബിൽഡ് ചെയ്ത് പോയിട്ട് ഏറ്റവും അവസാനം ഓറക്കാസ്റ്റ് വരുമായിരുന്നെങ്കിൽ ഒരർത്ഥം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ചാടി കയറി ഓറക്കാസ്റ്റിന് തന്നു, അതുപോലെ തന്നെ പാർട്ടി ബൂസ്റ്റിന് തന്നു. ഇതിന് മുന്നേ വേറെ ഉണ്ടായിരുന്നു, വേറെ ടൈപ്പിലുള്ള. ബട്ട് 100 സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീച്ചർ. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അതൊരു ഗിമിക്ക് മാത്രം. പിന്നെ നമ്മുടെ പാർട്ടി ബൂസ്റ്റിനേക്കാളും കുറച്ചും കൂടെ സെൻസിബിൾ ആയിട്ടുള്ളതാണ് സ്റ്റീരിയോ മോഡ് എന്ന് പറഞ്ഞാൽ ഇതിവനെ പോലത്തെ മറ്റൊരു സ്പീക്കർ എന്ന് വെച്ചാൽ സെയിം മോഡൽ വേറൊരു സ്പീക്കർ ഉപയോഗിച്ചിട്ട് സ്റ്റീരിയോ മോഡ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ റൈറ്റ് മോറിന് ലെഫ്റ്റ് തൊട്ട് ഉപയോഗിക്കാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സെൻസിബിളാണ്. പക്ഷേ നിങ്ങൾ സിമിലർ സ്പീക്കർ കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ ഈ പുതിയ JBL സ്പീക്കറിനകത്ത് കാണുന്ന പോലത്തെ സൗണ്ട് പ്രൊഫൈൽസ് ഒന്നുമില്ല. ഒരു 3 ബാൻഡിൻ്റെ ഇക്വലൈസർ ഉണ്ട്. നിങ്ങൾക്ക് റിയൽ ടൈമിൽ പാട്ട് പ്ലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ചേഞ്ചസ് വരുത്താൻ പറ്റും. അത്രയും കൺവീനിയൻ്റ് ആണ്. അതിൻ്റെ ഒരു ആവശ്യമുള്ളൂ. ഈവൻ വിത്തൗട്ട് എനി ചേഞ്ചസ് ഇത് അടിപൊളിയാണ്. ഈവൻ നിങ്ങൾ വോക്കൽ ബേസ്ഡ് ആയിട്ടുള്ള എന്ത് തരത്തിലുള്ള പാട്ട് കേട്ടാലും, ഇപ്പോൾ ആൾക്കാരെ ബേസ് ചെയ്യുന്നുള്ള പാട്ട് എന്ന് വെച്ചാൽ ആൾക്കാരുടെ ശബ്ദത്തിന് ബേസ് കൊടുക്കുന്നുള്ള പാട്ടുകൾ, അങ്ങനത്തെ പാട്ടുകൾ നിങ്ങൾ കണ്ണടച്ച് കേട്ടിരുന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആൾ നിൽക്കുന്നവർ തോന്നും. അത്രയ്ക്കും ക്ലിയർ ആണ് ഇതിൻ്റെ ഓഡിയോ ഡ്രൈവർ. ഞാൻ പറയുകയാണെങ്കിൽ ഇത് 10,000 രൂപയ്ക്ക് ജസ്റ്റ് മോർ ദാൻ വാല്യൂ ഫോർ മണിയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഇതത്ര റെയർ സ്പീക്കറൊന്നുമല്ല, ഇത് പറ്റുമെങ്കിൽ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ ദയവായിട്ട് പോയി ടെസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് മാത്രം ഇതിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പീക്കർ മേടിക്കുക. ചിലപ്പോൾ ഇതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരുള്ളൂ, ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ചില ശബ്ദങ്ങളൊക്കെ വളരെയധികം ഡിഫൈൻഡ് ആയിട്ടാണ് ഈ സ്പീക്കർ കാണിക്കുന്നത്. അത്രയും ക്ലാരിറ്റി ഉള്ളൊരു സ്പീക്കർ ഡ്രൈവറാണ് ഇതിനുള്ളത്. അത്രയ്ക്കും അടിപൊളി സ്പീക്കറാണ്. നിങ്ങൾക്ക് 10,000 രൂപ കിട്ടുന്ന ഏറ്റവും വലിയ സ്റ്റീലായിരിക്കും. പറ്റുമെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. ഇതിന് വേറെ സൗണ്ട് പ്രൊഫൈൽസ് ഒന്നുമില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. ആ കൂടി റിയൽ ടൈം ആയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന 3 ബാൻഡിൻ്റെ ഒരു ഇക്വലൈസർ ഉണ്ട്. ദാറ്റ് ഈസ് ഇനഫ്. പിന്നെ ഇതിൻ്റെ ബാറ്ററിനെ പറ്റി പറയാനാണെങ്കിൽ 12 മണിക്കൂർ വരെ ഇതിന് പ്ലേ ടൈം ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എനിക്കത് 14 മണിക്കൂറിനടുത്ത് കിട്ടി.
ചിലർക്ക് ഒരു പുള്ളി ഞാൻ വീഡിയോ കണ്ടപ്പോൾ ആ പുള്ളിയുടെ വീഡിയോ ചെയ്ത പുള്ളി പറഞ്ഞ പുള്ളി 30% വോളിയത്തിയിട്ട് കേട്ടപ്പോൾ 18 മണിക്കൂർ വരെ കിട്ടിയെന്ന് പറയണേ. ഞാൻ 45 to 60% അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കുകയാണ് ചെയ്ത്. അതിന് മുകളിലേക്ക് നിങ്ങൾ വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദമായിരിക്കും, ഇത് നിങ്ങളെ കിടുക്കും. അതുപോലെ ശബ്ദം ഇതിനുണ്ട്. അതുകൊണ്ട് 65% വോളിയത്തിൽ മോളിയിട്ട് നിങ്ങളൊരു സിനിമയൊന്നും കാണാൻ നിങ്ങൾക്ക് പറ്റത്തില്ല, കാരണം അത് അതുപോലെ ശബ്ദമാകും ഇതിന്. ഈ ഒരു ഫോം ഫാക്ടറിൽ നിങ്ങൾക്ക് 12 മണിക്കൂർ വരെ കിട്ടുന്നുണ്ടെങ്കിൽ വരെ ഇത് ബെസ്റ്റ് സ്പീക്കറാണ്. ധൈര്യമായിട്ട് പോയി മേടിക്കാം. ബാറ്ററിയുടെ കാര്യത്തിലും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഐ എം റിയലി ഓക്കെ വിത്ത് ദാറ്റ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് JBL Flip 6. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. ദയവായിട്ട് ടെസ്റ്റ് ഔട്ട് ചെയ്യുക. മേടിക്കുന്നതിന് മുന്നേ വേറെ വലിയ സ്പീക്കർ മേടിക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ടെസ്റ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ മേടിക്കുക, എന്നിട്ട് തീരുമാനിക്കുക ഇത് മേടിച്ചാൽ മതി വേറെ മേടിക്കണമെന്ന്. ഈവൻ ഇഫ് നിങ്ങൾക്ക് ഇത് എക്സ്പെൻസീവ് ആയിട്ട് തോന്നുമെങ്കിൽ ഓഫർ വരുമ്പോൾ വാങ്ങുക, വില കുറയുമ്പോൾ വാങ്ങുക, അല്ലെങ്കിൽ വില കുറച്ച് കിട്ടുമെങ്കിൽ വാങ്ങുക, അല്ലെങ്കിൽ പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുക. കാരണം pretty much everything is very overpriced in India. സോ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഗ്രേറ്റ് ബൈ ആയിരിക്കും, വിശ്വസിച്ചെടുക്കാം, ധൈര്യമായിട്ട് പോയി എടുക്കാം. എനിക്ക് വേറെ ഒന്നും പറയാനില്ല, അടിപൊളി സ്പീക്കറാണ്. അപ്പോൾ അടുത്ത ഏതെങ്കിലും റിവ്യൂ ആയിട്ട് വരുമ്പോൾ കാണാം. അതുവരെ ടാറ്റ.